ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫങ്ഷൻ എന്നുള്ളത് പുതിയൊരു തരത്തിലുള്ള ഡെറിവേറ്റീവാണ്. നേരത്തെ പറഞ്ഞ പോലെ അല്ല. അപ്പോൾ ക്യാപിറ്റൽ ഡി എഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എഫ്. പക്ഷേ ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണുമ്പോൾ നമുക്കൊരു ഡയറക്ഷൻ പറയണം. ഇന്ന ഡയറക്ഷൻ, അതുകൊണ്ടാണ് അതിൻ്റെ പേര് അങ്ങനെ തന്നെ. ഇന്ന ഡയറക്ഷനിലെ ഡെറിവേറ്റീവ് കാണുക. ആ ഡയറക്ഷനാണ് വി നേരുന്നത്. അതായത് വി അതൊരു യൂണിറ്റ് വെക്ടർ ആയിരിക്കണം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? ഡെൽ എഫ് ഡോട്ട് വി ആണ്. ഡെൽ എഫ് കാണാൻ നമുക്കറിയാം. അപ്പോൾ പഠിച്ചു. ഗ്രാഡിയൻറ്റ് കാണാനല്ല പഠിച്ചു. അപ്പോൾ ഗ്രാഡിയൻറ്റ് കാണാൻ വി നമുക്ക് തന്നിട്ടുണ്ടാവും. അത് യൂണിറ്റ് വെക്ടർ അല്ലെങ്കിൽ അതിനെ യൂണിറ്റ് ആക്കണം. എന്നിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് പഠിക്കേണ്ടതുള്ളൂ. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു എഫ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഡെൽ എഫ് കാണുക. ചിലപ്പോൾ ഒരു പോയിൻ്റ് തന്നിട്ടുണ്ടാവും. അവിടെ ഡെൽ എഫ് കാണണം. എന്നിട്ട് വി തന്നിട്ടുണ്ടാവും. അത് യൂണിറ്റ് ആക്കണം. എന്നിട്ട് ആ വിയും ഈ ഡെൽ എഫും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. ഇതാ ചെയ്യേണ്ടത്. പിന്നെ എപ്പോഴും മാക്സിമം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്നുള്ള ക്വസ്റ്റ്യൻ എന്തെങ്കിലും വരിക. അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് നോക്കാം. മാക്സിമം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? നോം ഡെൽ എഫ് ആയിരിക്കും. ആ ഡെൽ എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഡയറക്ഷൻ ഓഫ് മാക്സിമം ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷനും ആയിരിക്കും. ഏത് ഡയറക്ഷനിലാണ് മാക്സിമം ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, ഏത് ഡയറക്ഷനിലാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് മാക്സിമം ആവുക, ആ ഡയറക്ഷൻ ഏതാണെന്ന് വെച്ചാൽ ഡെൽ എഫ് എന്ന് പറയുന്ന ഡയറക്ഷനാണ്. ഓക്കെ, ചിലപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യനും ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിക്കുക. ഇനി നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. കമ്പ്യൂട്ട് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് വൈ അറ്റ് ദ പോയിന്റ് 4 - 2 ഇൻ ദ ഡയറക്ഷൻ ഓഫ് 1/√10 3/√10. അപ്പോൾ ഇവിടെ എഫ് തന്നിട്ടുണ്ട്, ഡയറക്ഷനും തന്നിട്ടുണ്ട്, പിന്നെ ഒരു പോയിന്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പോയിന്റിൽ കാണാൻ പറയുമ്പോൾ എന്തായാലും ഡെൽ എഫ് കണ്ടിട്ട് ആ പോയിന്റിൽ ഡെൽ എഫ് കാണണം. ഡെൽ എഫ് കണ്ടിട്ട് ആ പോയിന്റ് കാണണം. എന്നിട്ട് വി എന്നുള്ളത് ഇതാണ്. വി ഇതിപ്പോൾ ശരിക്കും യൂണിറ്റ് വെക്ടറാണ്. പക്ഷേ നമ്മൾ യൂണിറ്റ് ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ അതിന് മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഡിവൈഡ് ചെയ്താൽ ഇവിടെ ഈ പ്രോബ്ലത്തിൽ ഇത് യൂണിറ്റ് വെക്ടർ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് ഓഫ് എക്സ് വൈ എടുത്ത് എഴുതുക. എക്സ് വൈ സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് വൈ. ഇനി നമുക്ക് ഈ ഡെൽ എഫ് കാണേണ്ടത്. ഡെൽ എഫ് കാണണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം എന്നുള്ളത് നോക്കുക. ഡെൽ എഫ് എന്ന് പറഞ്ഞ ഫോർമുല നിങ്ങൾക്ക് അറിയാം. ഈ ഫോർമുല എന്തായാലും പഠിക്കണം. ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ. കാരണം ഇതിൽ എക്സും വൈയും മാത്രമേ ഉള്ളൂ, സെഡ് ഇല്ല. മനസ്സിലായി? ഫംഗ്ഷൻ ഓഫ് എക്സും വൈയും മാത്രമാണ്. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും മാത്രം മതി. ഡോ എഫ് ബൈ ഡോ എക്സിൻ്റെ കൂടെ ഐയും ഡോ എഫ് ബൈ ഡോ വൈൻ്റെ കൂടെ ജെയും. ഓക്കെ, അങ്ങനെയാണ് ഡെൽ എഫ് കാണുക. അപ്പോൾ ഇത് ഡെൽ എഫ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള രണ്ട് സംഗതികളാണ് എന്ത്? ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും. അതുകൊണ്ടാണ് ഇത് ആദ്യം കാണുന്നത്. പിന്നെ ഈ പോയിന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, 4 - 2 എന്ന് പറഞ്ഞ പോയിന്റ് പറഞ്ഞു. അവിടെ ഇത് കണ്ടുവെക്കണം. ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈ അവിടെ തന്നെ കാണുന്ന എളുപ്പമാണ്. എളുപ്പത്തിൽ അത് കണ്ടുവെച്ചിട്ട് ഡെൽ എഫ് കൊടുത്താൽ എളുപ്പമായി. അങ്ങനെയാണ് ഡെൽ എഫ് എവിടെ കാണണം? ആ പോയിന്റ് കാണണം. ഈ പോയിന്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡോ എഫ് ബൈ ഡോ എക്സ് കാണാൻ അറിയാലോ. വിത്ത് റെസ്പെക്ട് എക്സ് ആകുമ്പോൾ വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയിരിക്കും. അതാണ് വൈ സ്ക്വയർ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1. അതാണ് അങ്ങനെ വൈ സ്ക്വയർ മാത്രം. ഇവിടെ വൈ കോൺസ്റ്റൻ്റ് ആണ്. എക്സ് ക്യൂബിൻ്റെ 3x² ആണ്. അപ്പോൾ അത് 3x² വൈ എന്നാണ്. ഇവിടെ 3x² വൈ ഉണ്ടല്ലോ. അപ്പോൾ 3x² വൈ ആവും. ഇനി പോയിന്റ് 4 - 2 കൊടുക്കുക. അതായത് എക്സിന് 4ഉം വൈക്ക് -2 കൊടുക്കുക ഇവിടെ. അപ്പോൾ -2 സ്ക്വയർ ഉണ്ടോ? -2 സ്ക്വയർ ഹോൾ സ്ക്വയർ. വൈക്ക് -2 കൊടുക്കുക സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു x² വൈ. അപ്പോൾ 3 ഇൻറ്റു 4 സ്ക്വയർ ഇൻറ്റു -2. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഇത് 4, ഇത് മൈനസ് വരും. ഇവിടെ പ്ലസ് കൂടെ മൈനസ് ഇല്ല. -6 ഇൻറ്റു 6 16 അങ്ങനെ വരും. അപ്പോൾ ഓക്കെ, അപ്പോൾ ആൻസർ -92 ആയിരിക്കും. ഇതേപോലെ ഡോ എഫ് ബൈ ഡോ വൈ കാണാം. ഡോ എഫ് ബൈ ഡോ വൈ. അപ്പോൾ വിത്ത് റെസ്പെക്ട് വൈ ആകുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സ് പുറമെടുത്തു വൈ സ്ക്വയറിൻ്റെ 2y. ഇവിടെ എക്സ് ക്യൂ പുറമെടുത്തു വൈൻ്റെ 1. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ ആൻസർ കിട്ടുക 2xy പ്ലസ് എക്സ് ക്യൂബ് എന്ന രൂപത്തിൽ കിട്ടും. എക്സ് ക്യൂബ്. പിന്നെ ഇതുപോലെ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് 4ഉം വൈക്ക് -2 കൊടുക്കുക ഇവിടെ. അപ്പോൾ ആൻസർ എന്തായി? 48. ഇനി ഡെൽ എഫ് എഴുതുക. ഡെൽ എഫ് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ ആണ്. ഡോ എഫ് ബൈ ഡോ എക്സ് നമുക്ക് ആ പോയിന്റിൽ കണ്ടുപിടിച്ച് -92 ആണ്. -92 ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ നമുക്ക് 48 ആണ്. 48 ചെയ്യും. ഇങ്ങനെ ഡെൽ എഫ് കിട്ടി.
ഇനി നമുക്ക് വെക്ടർ കാണണം, ഡയറക്ഷൻ ബി കാണണം. ഡയറക്ഷൻ ബി എന്ന് പറഞ്ഞാൽ തന്നുള്ള വെക്ടർ ഇതാണ്. കാരണം അത് വെക്ടർ തന്നുള്ള ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ളത് IJ ഫോമിലല്ല. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നുള്ള പോയിന്റ് ആയിട്ടാണ്. അപ്പോൾ XY ആണെങ്കിൽ അവിടെ XI + YJ എഴുതൂലേ? അതുപോലെ 1/√10I + 3/√10J എന്ന് എഴുതണം ഇതിനെ, ഈ വെക്ടറിനെ. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വെക്ടറാണ്. അപ്പോൾ അങ്ങനെ വെറുതെ പോയിന്റ് ആയിട്ട് തരിക. XY എന്നാ തന്നിട്ടില്ലെങ്കിൽ നമുക്കറിയാം XI + YJ ആണ് ആ വെക്ടർ. അതുകൊണ്ട് 1/√10I + 3/√10J എന്ന് എഴുതാം. പിന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യും. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആ വെക്ടർ എഴുതി ഡിവൈഡ് ബൈ എൻ്റെ മാഗ്നിറ്റ്യൂഡ് √ ഇതിൻ്റെ സ്ക്വയർ, ഐൻ്റെ കൂടെയുള്ള സ്ക്വയർ + Jൻ്റെ കൂടെയുള്ള സ്ക്വയർ. അത് അങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് കാണാൻ, അറിയാലോ, നോം അല്ലെങ്കിൽ മോഡുലസ് കാണും. ഈ 1/√10 സ്ക്വയർ എന്താ? 1/√10 അതായത് 1/10 ആയിരിക്കും. 3/√10 സ്ക്വയർ 3/√10 സ്ക്വയർ അത് 9/10 ആയിരിക്കും. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ ആകുമ്പോൾ /10 എടുത്തിട്ട് മുകളിൽ ആഡ് ചെയ്യുക 1 + 9. അപ്പോൾ 10/10 √1. അപ്പോൾ ഇത് യൂണിറ്റ് വെക്ടർ തന്നെയാണ്, 1 തന്നെയാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇത് തന്നെയായിരിക്കും ആൻസർ, മുകളിലുള്ളത് തന്നെയായിരിക്കും ആൻസർ. അപ്പോൾ അങ്ങനെ നമുക്ക് ആൻസർ കിട്ടി 1/√10I + 3/√10J. ഈ ഡയറക്ഷൻ ഡെറിവേറ്റീവ് DVF കാണാൻ ∇f.v, ഇത് രണ്ട് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ∇f കണ്ടിട്ടുണ്ട്, VU കിട്ടി, ഡയറക്ഷനും കിട്ടി, യൂണിറ്റ് വെക്ടർ. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്താ ചെയ്യുക? ഐൻ്റെ കൂടെയുള്ള തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, + Jൻ്റെ കൂടെയുള്ള തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. -92 × 1/√10 + 48 × 3/√10 ഇതായിരിക്കും ആൻസർ. അപ്പോൾ √10 കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ എടുക്കുക, മുകളിൽ -92 + 3 × 42 144. അപ്പോൾ ആൻസർ വരുന്നത് -92 + 144/√10. That is 152/√10 ആണ് പറഞ്ഞത്. ഇതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, 152 ഉണ്ടാവില്ല ഇവിടെ. അപ്പോൾ അത് നമുക്ക് തിരുത്താം. -92 + 144 അല്ലേ? അപ്പോൾ അത് 152 വരില്ലല്ലോ. അപ്പോൾ അത് ബാക്കി 52 ആണ് വരിക. 52 അതാണ് 52 വരിക. +52/√10 ആണ്. അതവിടെ 152 ആയിപ്പോയതാണ്. അപ്പോൾ അതൊന്ന് തിരുത്തണം. +152 ആണ്, 52 ആണ് ആൻസർ. 52/√10 ആണ്. അവിടെ 1 എഴുതിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ 144 92 കുറച്ചിട്ടാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ മൈനസ് പ്ലസ് ആഡ് ചെയ്യുമ്പോൾ വലുത് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഉണ്ടല്ലേ. 144 92 കുറച്ചാൽ നമുക്ക് വരുന്നത് 52 ആണ്. 52/√10 അതാണ് ആൻസർ. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം എക്കണോമിക്സിലെ ഒരു പ്രോബ്ലമാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ കൺസിഡർ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ Q = F(KL). ഇപ്പോൾ XY എന്ന് പറയുന്ന പോലെയാണ്. ആദ്യത്തെ എക്സിന് പകരം K ആണ്, വൈക്ക് പകരം L ആണ്, അങ്ങനെയുള്ളൂ. അപ്പോൾ അത് Kയും Lയും ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ. അതിൻ്റെ ഡെറിവേറ്റീവ് കാണണം. എവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. പോയിന്റ് നേരത്തെ 4 - 2 പറഞ്ഞ പോലെ 10,625 എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ഡയറക്ഷൻ 1 എന്ന് പറഞ്ഞാൽ 1I + 1J, അതായത് 1I + 1J എന്ന് പറഞ്ഞാൽ I + J, അതാണ് ഡയറക്ഷൻ. പക്ഷേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ എഴുതുക, ഫംഗ്ഷൻ എഴുതുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാണണം? ∂F/∂K ഫസ്റ്റ് വേരിയബിൾ, ഇവിടെ എക്സിന് പകരം K ആണ്. അതുപോലെ ∂F/∂L കാണുക. ഈ പോയിന്റിൽ കണ്ടുവെക്കുക, ഈ പോയിന്റിൽ. ഇപ്പോൾ ∂F/∂K എന്ന് പറഞ്ഞാൽ എന്താ? K മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ കോൺസ്റ്റൻറ്റ്. 4 × L⁴ പുറമെ എടുത്ത് ബാക്കി ∂K of K⁴ ഇതിൻ്റെ ഡെറിവേറ്റീവ് മാത്രം കണ്ടാൽ 4 × L⁴ എന്താ കോൺസ്റ്റൻ്റ് ആക്കി എടുക്കണം. കാരണം വിത്ത് റെസ്പെക്ട് K ആണ് നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നത്. ഇനി പവർ റൂൾ ഉണ്ടല്ലോ, നമുക്ക് raised_n എന്നുള്ള റൂള് വെച്ചിട്ട് n⁻⁻1 അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ 3/4 K⁻³ -1 ആ റൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് സൈഡിൽ, ബ്രാക്കറ്റ് ഇട്ട് എഴുതി. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതേണ്ട, ഇത് എങ്ങനെയാണ് കാൽക്കുലേഷൻ മനസ്സിലാകും. 3/4 -1 ചെയ്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, ഇങ്ങനെ 4 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ, 3 - 4 × 1/4, അപ്പോൾ -1/4. 3 - 4 മുകളിലുള്ളത് -1/4 ആയിരിക്കും ആൻസർ. അപ്പോൾ raised_1/4 ആയിരിക്കും ഇവിടെ വരിക. ഓക്കെ, റൈറ്റ്. അപ്പോൾ അതായത് ആൻസർ ഇപ്പോൾ 4 × K⁻⁻1/4, സോറി 3 × കാരണം 4 ഉം 4 ഉം ക്യാൻസൽ ചെയ്തു, 3 ഉണ്ടാവും.
3 ഇൻറ്റു കെ റേസ് ടു മൈനസ് 1/4 ഇൻറ്റു എൽ റേസ് ടു 1/4. ഇതാണ് ആൻസർ. അപ്പോൾ കെക്ക് എന്ത് കൊടുക്കണം? ഫസ്റ്റ് 10,000 എല്ലിന് 625 കൊടുക്കുക. അപ്പോൾ അങ്ങനെ 10,000 റേസ് ടു മൈനസ് 1/4 625 റേസ് ടു 1/4 എന്ന് വരും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എവിടെയുള്ള എളുപ്പം എന്താ? 10,000 നമുക്ക് 10 റേസ് ടു 4 എന്ന് എഴുതാം. 4 0 അല്ലേ ഉള്ളത്. അപ്പോൾ 10 റേസ് ടു 4 എന്ന് എഴുതി. 625 5 റേസ് ടു 4 എന്ന് എഴുതാം. കാരണം 625 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പോൾ ഇത് എളുപ്പമാണ്. ഇങ്ങനെ ഈ പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പിന്നെ ചെയ്യാം. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 10 റേസ് ടു മൈനസ് 1 5 റേസ് ടു 1 എന്ന് വരും. 10 റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1/10 റേസ് ടു 1 എന്നാണ്. 1/10 റേസ് ടു 1 3 ഇൻറ്റു 1/10 റേസ് ടു 1 ഇൻറ്റു 5. ഓക്കെ, അല്ലെങ്കിൽ ഇത് പിന്നെ 5 10ൽ 2 പ്രാവശ്യം പോകും. അപ്പോൾ 3/2 എന്ന് ആൻസർ വരും. ഇതേപോലെ ഡോ എഫ് ബൈ ഡോ എൽ കാണാം. ഡോ എഫ് ബൈ ഡോ എൽ കാണുമ്പോൾ നമ്മൾ കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. വിത്ത് റെസ്പെക്ട് എൽ അല്ലേ, അപ്പോൾ കെ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ കെ 4 ഇൻറ്റു കെ റേസ് ടു 3/4 പുറമെ എടുത്തിട്ട് ബാക്കി ഡോ ബൈ ഡോ എൽ ഓഫ് എൽ റേസ് ടു 1/4 കാണാം. അങ്ങനെയാണ് 4 ഇൻറ്റു കെ റേസ് ടു 3/4 പുറമെ എടുത്തിട്ട് ഡോ ബൈ ഡോ എൽ ഓഫ് എൽ റേസ് ടു 1/4 കാണാം. അപ്പോൾ വീണ്ടും പവർ റൂളാണ്. അപ്പോൾ എൻ അതായത് 1/4 എൽ റേസ് ടു n മൈനസ് 1 1/4 മൈനസ് 1/4 മൈനസ് 1 എന്താണെന്ന് ഇവിടെ ഉണ്ട്. അത് -3/4 ആണ് കാണിച്ചിട്ടുണ്ട്. അതങ്ങനെ എഴുതുക. ഈ 4ഉം 4ഉം ക്യാൻസലാവും. അപ്പോൾ ആൻസർ എന്ത് വരും? എൽ റേസ് ടു -3/4 ഇൻറ്റു അല്ലെങ്കിൽ കെ റേസ് ടു 3/4 ഇൻറ്റു എൽ റേസ് ടു -3/4 ആയിരിക്കും. കെക്ക് നമ്മൾ 10,000 നേരത്തെ പോലെ എല്ലിന് 625 കൊടുക്കുക. നേരത്തെ പോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഇത് 10 റേസ് ടു 4 ആയിരിക്കും. അപ്പോൾ 10 റേസ് ടു 4 ഇൻറ്റു 3/4 എന്നിടും. ഇവിടെ 5 റേസ് ടു 4 ആണ്. അപ്പോൾ 4 ഇൻറ്റു -3/4 എന്നിടും. 5ൻ്റെ പവർ ആക്കിയിട്ട് അപ്പോൾ 10³ ഇൻറ്റു 5 റേസ് ടു -3 വരും. 10³ പറഞ്ഞാൽ 10 ഇൻറ്റു 10 10 5 റേസ് ടു -3 1/5 അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ 3 5 ഇടുക. അപ്പോൾ ഓരോ 5 2 പ്രാവശ്യം പോകുന്നതിൽ അങ്ങനെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 വരും ആൻസർ. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഡെൽ എഫ് എന്ന് പറഞ്ഞ ഫോർമുല കിട്ടി. ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഡോ എഫ് ബൈ ഡോ കെ ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ എൽ ജെ ആണ്. അപ്പോൾ അത് 2 കാര്യം കിട്ടി. അപ്പോൾ 3/2 i പ്ലസ് 8 ചെയ്ത് കിട്ടി. ഇനി ഡയറക്ഷൻ 1 1 തന്നിട്ടുണ്ട്. അതിനെങ്ങനെ എടുക്കണം? 1i പ്ലസ് 1j ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാം. അപ്പോൾ ഇത് √2 എന്നുണ്ടാവും. അപ്പോൾ 1/√2 വേറെ തന്നെ എടുത്തിട്ട് i പ്ലസ് j എഴുതിയാൽ മതി. ഓക്കെ, അത് ഡയറക്ഷനാണ്. ഇനി നമുക്ക് ഫൈനൽ ആൻസർ DVF പറഞ്ഞാൽ എന്തായിരിക്കും? ഡെൽ എഫ് ഡോട്ട് വി ആണ്. ഇപ്പോൾ ഡെൽ എഫ് അറിയാം, വി അറിയാം. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക എങ്ങനെയാണ്? അതിൻ്റെ കൂടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അതിന് ബിഫോർ ദാറ്റ് 1/√2 കോമൺ ആയിട്ടുള്ള പുറമെ എടുത്ത് വെക്കുക. അതിൻ്റെ ഐൻ്റെ കൂടെ ഇവിടെ 1 ആണ്, ഇവിടെ 3/2 ആണ്. 3/2 ഇൻറ്റു 1. പിന്നെ ഇവിടെ 8 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. 8 ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ 1/√2 ഇൻറ്റു 3/2 പ്ലസ് 8. അത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 19/2√2 എന്ന് കിട്ടും. കാരണം ഇത് 2 ഇൻറ്റു 8 16 പ്ലസ് 3 19 മുകളിൽ വരും, താഴെ 2 വരും, പിന്നെ ഒരു √2 ഇല്ലേ. അപ്പോൾ 19/2√2 എന്ന രൂപത്തിൽ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇൻ വാട്ട് ഡയറക്ഷൻ ഷുഡ് വൺ മൂവ് ഫ്രം ദ പോയിന്റ് 2 3 ടു ഇൻക്രീസ് 4x² മോസ്റ്റ് റാപ്പിഡ്ലി. മോസ്റ്റ് റാപ്പിഡ്ലി എന്ന് പറഞ്ഞാൽ കൂടുതൽ വേഗത്തിലാണ്. അപ്പോൾ ഇത് മാക്സിമമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏത് ഡയറക്ഷനിൽ ഈ 2 3 എന്ന് പറഞ്ഞ പോയിന്റ് ഏത് ഡയറക്ഷനിൽ പോയാൽ ഈ ഫംഗ്ഷനെ f(x, y) നമുക്ക് മാക്സിമം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കിട്ടും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് f(x, y) എടുക്കണം. ഡയറക്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡയറക്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് മാക്സിമം ഇരുന്ന ഡയറക്ഷൻ ഡെൽ എഫ് ആണ്. നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്. മാക്സിമം ഡയറക്ഷൻ ഡെൽ എഫ് ആണ്. ഓക്കെ, അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ഇൻക്രീസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്നൊക്കെ വന്നാൽ എപ്പോഴും നിങ്ങൾ ഡയറക്ഷനാണ് ചോദിച്ചെങ്കിൽ ഡെൽ എഫും, അല്ലെങ്കിൽ ആ ഡെറിവേറ്റീവ് ചോദിച്ചെങ്കിൽ നോർമൽ ഡെൽ എഫ് കാണേണ്ടത്. ഓക്കെ, മാക്സിമം ഡയറക്ഷൻ ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പക്ഷേ ഡയറക്ഷനാണ് ചോദിച്ചത്. ഇൻ വാട്ട് ഡയറക്ഷൻ. അപ്പോൾ ഡയറക്ഷനാണ് ചോദിച്ചെങ്കിൽ ഡെൽ എഫ് എഴുതുക. പക്ഷേ മാക്സിമം ഡയറക്ഷൻ ഡെറിവേറ്റീവാണ് ചോദിച്ചെങ്കിൽ നോം ഡെൽ എഫ് എഴുതുക. കാരണം ഡെറിവേറ്റീവ് ആകുമ്പോൾ ഒരു ഫിക്സഡ് നമ്പർ, ഇതുപോലെ ഒരു നമ്പർ ആയിരിക്കും. അപ്പോൾ നോം എടുക്കണം. അല്ലെങ്കിൽ വെക്ടറാണ് വേണ്ടത്. ഡയറക്ഷൻ ചോദിച്ചാൽ വെക്ടറാണ്, അതിന് ഡെൽ എഫ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലം നമുക്ക് ഡെൽ എഫ് കാണേണ്ടതെന്ന് മനസ്സിലാക്കുക. എഫ് ഇതാണ്, ഡെൽ എഫ് കാണുക ഈ പോയിന്റിൽ 2 3 ഡെൽ എഫ് കണ്ടാൽ മതി. എന്നിട്ട് ആ കിട്ടുന്ന വെക്ടറിനെ പ്രസൻറ്റ് യുവർ ആൻസർ ആസ് എ വെക്ടർ ഓഫ് ലെങ്ത് 1. ആ കിട്ടുന്ന വെക്ടറിനെ
ലെങ്ത്ത് വണ്ണുള്ള വെക്ടറാക്കി എഴുതണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്തിട്ട് എഴുതിയാൽ മതി ലാസ്റ്റ്. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് f(x(y) എന്ന് പറഞ്ഞാൽ 4x²y ആണ്. ഇൻക്രീസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു മാക്സിമം എന്നാണ്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് മാക്സിമം ആണ് നമുക്ക് കാണാൻ പറഞ്ഞത്. അപ്പോൾ ∇f ആണ്. ∇f എന്ന് പറഞ്ഞാൽ ∂f/∂xi + ∂f/∂yj ആണ്. അപ്പോൾ അത് ∂f/∂x കാണാം. നമുക്ക് ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ∂f/∂x എങ്ങനെ കാണാം? വിത്ത് റെസ്പെക്ട് എക്സ് ആകുമ്പോൾ y കോൺസ്റ്റൻറ്റ് 4ഉം കാണാം. 4y ഓർമ്മയെടുത്ത് x² 2x. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 8x. പക്ഷേ ഇത് ഏത് പോയിന്റിലാണ് കാണേണ്ടത്? പോയിന്റ് പറഞ്ഞിട്ടുള്ള പോയിന്റ് 2, 1 ആണ്. അപ്പോൾ 8 × x2 y1. അപ്പോൾ 8 × 2 × 3 അല്ലേ, 3 ആണ്. 2, 3ലാണ് പറഞ്ഞത്. അപ്പോൾ 2, 3. ആ പോയിന്റ് 2, 3 ആണ്. അപ്പോൾ എക്സിന് 2ഉം വൈക്ക് 3യും കൊടുക്കുക. അങ്ങനെ നമുക്ക് ആ വാല്യൂ കിട്ടും. ഓക്കെ, അതാണ് 48. അത് ∂f/∂y കാണുമ്പോൾ ഇത്ര സുറ്റ് y അല്ലേ, 4x² കോൺസ്റ്റൻറ്റ്, y ഡെറിവേറ്റീവ് 1 ആണ്. 4x² ഉണ്ട് 1. അപ്പോൾ 4 × x², x എത്രയാണ് 2, 2². അപ്പോൾ 16 ആയിരിക്കും. 16 കിട്ടി. അപ്പോൾ ∂f/∂x ഉം ∂f/∂y കിട്ടിയാൽ നമുക്ക് ∇f എഴുതാം ഇതുപോലെ 48i + 16. ഇതാണ് ഡയറക്ഷൻ ഓഫ് മാക്സിമം. പക്ഷേ ഈ ആൻസറിനെ ഒരു യൂണിറ്റ് വെക്ടറായിട്ട് ലെങ്ത്ത് വണ്ണുള്ള വെക്ടറാക്കി എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ മാഗ്നിറ്റ്യൂഡോട് ഡിവൈഡ് ചെയ്യാം. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ √(² + ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ √, അത് ആൻസർ എഴുതാം. ഇത്തരത്തിൽ ആൻസർ എഴുതിയാൽ മതി. ഇനി സിംപ്ലിഫൈ ചെയ്യാനും നിൽക്കണ്ട. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം. കൺസിഡർ ദ ഫംഗ്ഷൻ y² e⁻3x. എക്സും ഉണ്ട് വൈയും ഉണ്ട്. ഇൻ വാട്ട് ഡയറക്ഷൻ ഷുഡ് വൺ മൂവ് ഫ്രം ദ പോയിന്റ് 0,3? ഇവിടെ പോയിന്റ് 0,3 ആണ്. ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ മോസ്റ്റ് റാപ്പിഡ്ലി. പക്ഷേ ഇവിടെ അങ്ങനെ തന്നെ മാക്സിമം ആണ്. എക്സ്പ്രസ് യുവർ ആൻസർ ആസ് എ വെക്ടർ ഓഫ് ലെങ്ത് 1. ഓക്കെ, അപ്പോൾ അതേപോലെ പ്രോബ്ലമാണ്. പക്ഷേ ഫംഗ്ഷൻ മാറി, പോയിന്റ് മാറി. ഇപ്പോൾ ഫംഗ്ഷൻ ഇവിടെ f(x(y) y² e⁻3x ആണ്. അപ്പോൾ മാക്സിമം കാണണം നമുക്ക്. അപ്പോൾ ∇f കാണണം, ഡയറക്ഷൻ ∂f/∂xi. അപ്പോൾ ∂f/∂x കാണണം. ∂f/∂x കാണുമ്പോൾ ഇവിടെ y² കോൺസ്റ്റൻ്റ് ആണ്. ഇത്ര x അല്ലേ, e⁻3x ഡെറിവേറ്റീവ് e⁻3x തന്നെയാണ്. പിന്നെ 3x ഒരു 3 ഉണ്ടാവും, അങ്ങനെ വരും. അതാണ് ഇത് എഴുതുന്നത് കേട്ടോ. അപ്പോൾ e⁻2 ഡെറിവേറ്റീവ് അത് തന്നെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. e⁻3x ഡെറിവേറ്റീവ് e⁻3x തന്നെ. കൂടാതെ 3x ഡെറിവേറ്റീവ് 3 കൊണ്ട് എക്സ്ട്രാ ഉണ്ടാവും. അങ്ങനെ y² ഉണ്ടാവും. അപ്പോൾ 3 × y² e⁻3x ആണ്. അപ്പോൾ 3 × e⁻3 × x. x എന്ന് പറഞ്ഞാൽ 0, y എന്ന് പറഞ്ഞാൽ 3 എടുക്കണം. അപ്പോൾ ഈ 3 × e⁻3 × 0 × y², 3² ആയിരിക്കും. e⁻0 1, എനിത്തിങ് e⁻0 1 ആയിരിക്കും. 3 × 1 × 3², അപ്പോൾ 27 കിട്ടും. അതുപോലെ നമുക്ക് ∂f/∂y കാണുമ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് y ആണ്. അപ്പോൾ e⁻3x മൊത്തത്തിൽ കോൺസ്റ്റൻ്റ് ആണ്. y² 2y ആണ്. അപ്പോൾ e⁻3x 2y. പിന്നെ എക്സിന് എന്ത് കൊടുക്കണം? എക്സിന് 0, വൈക്ക് 3 കൊടുക്കുക. അപ്പോൾ 2 × e⁻3 × 0 × 3. അപ്പോൾ e⁻0 1, അപ്പോൾ 2 × 3 6 വരും. അപ്പോൾ ഈ വാല്യൂസ് ഇവിടെ എഴുതി കഴിഞ്ഞാൽ ∇f ആയി. ഡയറക്ഷൻ കിട്ടി 27i + 6j. ഇനി ലെങ്ത്ത് 1 ആക്കാൻ അതിനെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ മതി. സിംപ്ലിഫിക്കേഷൻ വേറെ ഒന്നും വേണ്ട. ഓക്കെ.